ഉറൂസിന് പോയിട്ട് വരാം നമുക്ക് അല്ലേ? എവിടെ പോന്നമ്മ നമ്മള്? എവിടെ? കങ്ങളുപ്പാപ്പ നെല്ലിക്കുന്നില് അല്ലേ? എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞങ്ങളുടെ പൂജാമുറിയിൽ കുറച്ച് നേർച്ചപ്പെട്ടികൾ ഉണ്ടാവാറുണ്ട്. അതിലൊന്നാണ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പപ്പ പള്ളിയിലെ നേർച്ചപ്പെട്ടി കേട്ടോ. അമ്മ ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് ഫില്ലായി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഉറൂസിന് നമ്മളത് കൊണ്ടുപോയിട്ട് സമർപ്പിച്ചിട്ട് പുതിയൊരെണ്ണം വാങ്ങിച്ചിട്ട് വരിക ചെയ്യുക. അമ്മ വിളിക്കാറുള്ള കുറച്ച് ദൈവങ്ങളുണ്ട് കേട്ടോ, മെയിനായിട്ട് വിളിക്കുന്നത്. അതിൽ ഉപ്പൂപ്പ എന്നുള്ള വിളിയും ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് പള്ളിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഉറൂസിന് പോയതാണ്. ഞാനും അമ്മയും ഹസ്ബൻഡും മോനും കൂടെ പോയതാണ്. പോകുമ്പോഴത്തേക്കും കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് എത്തി. അതിൻ്റെ ഇടയിൽ പായസം വിതരണം ഉണ്ടായിരുന്നു. അങ്ങനെ ചൂട് പായസമൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോയത്. പിന്നെ ഈ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് ഇപ്പോഴും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ പോകുമ്പോഴത്തേക്കും അവർ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആതിഥ്യ മര്യാദ ഉണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ പോയിട്ട് അവിടെ എത്തി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിച്ച് പ്രസാദമൊക്കെ വാങ്ങി നിൽക്കുന്നത് വരെ അവർ നമ്മളെ കൂടെ തന്നെ വന്നിട്ട് എല്ലാം കാണിച്ചു തന്നിട്ട് നമ്മളെ പോകുമ്പോൾ വരെ അവർ ട്രീറ്റ് ചെയ്യുന്നൊരു മര്യാദ ഉണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഇപ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രാവശ്യം ഞാൻ വിചാരിക്കാറുള്ളത്, ഈ ഉറൂസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈമിൽ ഇവർ പ്രസാദം കൊടുക്കും, നേർച്ചച്ചോറ് കൊടുക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉറൂസിൻ്റെ ടൈമിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇപ്രാവശ്യം ഒന്നും നോക്കണ്ട, ചമ്പലൊന്നും വിചാരിക്കണ്ട, നമുക്ക് പോയിട്ട് വാങ്ങിയിട്ട് വരാം, ഞാൻ പോയി വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചമ്പലും കൊണ്ടാണ് ഞാൻ വിടാത്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്താ പറയുക, നേർച്ചച്ചോറ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊതി എനിക്ക് കൊണ്ടുതരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കാണ് കേട്ടോ, ചമ്മലില്ലാണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ പ്രാർത്ഥിച്ചു, അമ്മ നേർച്ചപ്പെട്ടിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു, അകത്ത് കയറി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. പുതിയൊരു നേർച്ചപ്പെട്ടിയായിട്ട്, പുതിയൊരു പ്രതീക്ഷയായിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച്. ബൈ.